കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമ്മൾ പറഞ്ഞത് ഈ പി എം ശ്രീയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല, സർക്കാർ ഒരു കാരണവശാലും പി എം ശ്രീയിൽ ഒപ്പിടരുത് എന്നുള്ള നിലപാടാണ് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് UDF സ്വീകരിച്ചത്. പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ് LDF സർക്കാർ അന്നത്തെ മന്ത്രിസഭയെ പോലും അറിയിക്കാതെ യാതൊരു ചർച്ചയും കൂടാതെ ഏകപക്ഷീയമായിട്ട് പി എം ശ്രീ കരാറിൽ ഒപ്പുവെച്ചു. ആ കരാറ് പരിശോധിക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് ആ കരാറിൽ നിന്നും പിന്മാറുവാനായിട്ട് സംസ്ഥാനത്തിന് അധികാരമില്ല. ആ കരാറിൽ നിന്നും പിൻവാങ്ങുവാനായിട്ടുള്ള പൂർണ്ണ അധികാരം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ടാണ് ആ പി എം ശ്രീ കരാറിൽ സംസ്ഥാനം ഒപ്പുവച്ചിരിക്കുന്നത്. അത് കരാറ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം തുടർച്ച എന്ന നിലയ്ക്ക് ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പുവെച്ച ഒരു കരാറിൽ നിന്നും പിന്മാറുവാനായിട്ട് സംസ്ഥാന സർക്കാരിന് അധികാരമില്ല എന്ന കാര്യം UDF പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കരാറുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ നിർബന്ധിതമാണ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ, അല്ലെങ്കിൽ ഇന്നലെയൊക്കെ പുറത്തു വരുന്ന വാർത്തകൾ, നിങ്ങളുടെ അടുത്ത ചോദ്യം അതാണെന്ന് എനിക്കറിയാം. അതായത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പാർലമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന മറുപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് പുതിയൊരു സാഹചര്യമാണ്. ഇപ്പോൾ സംസ്ഥാനങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, കരാറിൽ വളരെ വ്യക്തമായി ഇത് പിന്മാറാൻ സംസ്ഥാനത്തിന് അധികാരമില്ല എന്നും കേന്ദ്ര സർക്കാരിന് മാത്രമാണ് അധികാരമെന്നും പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിന് ഇതിൽ നിന്നും പിന്മാറാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ പറഞ്ഞത് പുതിയൊരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ അത് UDF ചർച്ച ചെയ്ത്, അല്ലെങ്കിൽ ക്യാബിനറ്റ് സബ് കമ്മിറ്റിയും ക്യാബിനറ്റും ഒക്കെ ചർച്ച ചെയ്ത് അതിനെ സംബന്ധിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ട് മുന്നോട്ട് പോകും. അതാ ഞാൻ പറഞ്ഞത്, പി എം ശ്രീയിൽ ഒപ്പുവെക്കരുത് എന്നുള്ള നിലപാടാണ് UDF എടുത്തിട്ടുള്ളത്. പക്ഷേ ഒപ്പുവെച്ചത് LDF സർക്കാരാണ്. ആരോടും ചർച്ച ചെയ്യാതെ LDF സർക്കാർ ഒപ്പുവെച്ച് കേന്ദ്ര സർക്കാരിൻ്റെ കഷത്തിൽ കൊണ്ടോ സംസ്ഥാനത്തിൻ്റെ തല വെച്ചിട്ട് പറയുകയാണ്. ഇപ്പോൾ അവർ വിമർശനം ഉന്നയിക്കുകയാണ്. അപ്പോൾ കരാറ് പരിശോധിച്ചിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഞാൻ കരാറ് വേർഡ് ബൈ വേർഡ് വായിച്ച ആളാണ്. കരാറ് വേർഡ് ബൈ വേർഡ് വായിക്കുമ്പോൾ അതിൽ കൃത്യമായി പറയുന്നു, സംസ്ഥാനത്തിന് ഇതിൽ നിന്നും പിന്മാറാൻ കഴിയില്ല. ഇത് കരാറ് റദ്ദ് ചെയ്യാനോ പിന്മാറാനോ ഉള്ള അവകാശം കേന്ദ്ര സർക്കാരിൽ മാത്രമായിരിക്കും എന്ന് ആ കരാറിൽ എഴുതി വച്ചിട്ടുണ്ട്. ആ കരാറാണ് കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ടത്. ഇപ്പോൾ ഒരു വലിയ വീരവാദങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കരാർ മന്ത്രിസഭയെ പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഒപ്പിട്ട് ആളുകൾ അത് നട്ടൽ അരഞ്ഞാണമായി ഉപയോഗിച്ചിട്ട് ഇട്ടതാണോ, അതല്ലെങ്കിൽ നട്ടലില്ലാത്തതുകൊണ്ട് ഇട്ടതാണോ, എങ്ങനെയാണെന്നുള്ളതൊക്കെ അത് അവർ പറയട്ടെ. എന്തായാലും അങ്ങനെ ഒരു കരാറ് ഒപ്പിട്ട ആളുകൾ നമുക്ക് സംസ്ഥാനത്തിന് പിന്മാറാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടെത്തിച്ചു. ആ സാഹചര്യത്തിലാണ് UDF അധികാരത്തിൽ വരുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം, ഇത് ഇന്നലെ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്, അതായത് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാം എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രസ്താവന നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇത് ചർച്ച ചെയ്ത് അതിനകത്ത് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കും. പിന്മാറുകയോ അല്ലെങ്കിൽ നടപ്പാക്കാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ട ഫണ്ട് കിട്ടാതിരിക്കുക എന്ന് മാത്രമേ സംഭവിക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അല്ല, അത് ഞാൻ പറയാം, അത് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ടല്ലോ. പിന്മാറാനായിട്ട് സംസ്ഥാനത്തിന് നമ്മൾ പരിശോധിക്കേണ്ടത്, ഇതിനകത്ത് സംസ്ഥാനത്തിന് പിന്മാറാൻ നിയമപരമായിട്ട് സാധ്യതയുണ്ടോ? നിലവിൽ ഞങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ച് ഞങ്ങൾ കരാറ് പഠിച്ചപ്പോൾ സംസ്ഥാനത്തിന് അധികാരമില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നലെ മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ പിന്മാറാം എന്നുള്ള ഒരു പ്രസ്താവന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് പരിശോധിച്ച് നിയമപരമായിട്ട് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത് അതിനകത്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. പരിശോധിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, നമ്മളൊരു കരാർ, ഇത് നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു സംഭാഷണം എന്നുള്ള നിലയിലല്ലല്ലോ. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ അവർ നടത്തിയിട്ടുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കരാറാണ്. ആ കരാറിൽ സംസ്ഥാനം ഒപ്പുവച്ചിരിക്കുകയാണ്. സംസ്ഥാനം കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷം ഒരു പ്രോപ്പർ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ നാളെ പിന്മാറുന്നു എന്ന് പറഞ്ഞാൽ പിന്മാറാൻ കഴിയില്ലല്ലോ. മാത്രവുമല്ല, പിന്മാറാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രമാണ് എന്ന് കരാറിൽ എഴുതുകയും അതിൻ്റെ അടിയിലാണ് സംസ്ഥാനം ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ കരാർ പരിശോധിച്ചപ്പോൾ അതിനകത്ത് നമുക്ക് പിന്മാറാനായിട്ടുള്ള, സംസ്ഥാനത്തെ സംബന്ധിച്ച് പിന്മാറാനായിട്ടുള്ള അവകാശമില്ല, റൈറ്റില്ല. പക്ഷേ കേന്ദ്രം പറയുകയാണ് സംസ്ഥാനത്തിന് പിന്മാറാം എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിന് അതിനുള്ള അവകാശമുണ്ട്. അതായത് പിന്മാറാനായിട്ടോ അല്ലെങ്കിൽ കരാർ
പിൻവലിക്കാനായിട്ടും ഒക്കെയുള്ള അവകാശം കേന്ദ്ര സർക്കാരിനുണ്ടെന്നുള്ളതാണ് അതിൽ വ്യക്തമാകുന്നത്. അപ്പോൾ കേന്ദ്രം അങ്ങനെ പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് നമ്മൾ തീരുമാനം എടുത്തു പോകും.